إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശരിയായ മുസ്ലിമീങ്ങളായി മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം, അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അവനിൽ ഏറ്റവും വിലപിടിപ്പുള്ള കാര്യം എന്ന് പറയുന്നത് അവൻ്റെ ബുദ്ധിശക്തിയാണ്, അവൻ്റെ വിശേഷ ബുദ്ധിയാണ്. ഒരാൾ ഭ്രാന്തനാണ് എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുകയില്ല. ഒരു ചെറിയ മാനസിക രോഗം പോലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരു മാനസിക രോഗിയാണ് അയാളെന്ന് പറയുന്നത് കേൾക്കാൻ ഒരാളും ഇഷ്ടപ്പെടുന്നില്ല. തികഞ്ഞ ബുദ്ധിയും തെളിഞ്ഞ ചിന്തയും മനുഷ്യൻ്റെ പ്രത്യേകതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അങ്ങേയറ്റം വിലപിടിപ്പുള്ളതുമാണ്. അതുകൊണ്ടാണ് മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, ലൗ കാനൽ അഖ്ലു യുഷ്തറാ ലതഗാലൻ നാസു ഫീ സമനി. പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതായിരുന്നു ബുദ്ധിശക്തിയെങ്കിൽ ആളുകൾ ഏറ്റവും കൂടുതൽ വില നൽകി അവർ ബുദ്ധി വാങ്ങുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫൽ അജബു ലിമൻ യശ്തരി ബിമാലിഹി മാ യുഫ്സിദു. എന്നിട്ടും അത്ഭുതം, ധാരാളം ആളുകൾ ബുദ്ധിയെ നശിപ്പിക്കുന്ന കാര്യമാണ് പണം കൊടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബുദ്ധിയുടെ വില അറിഞ്ഞിരുന്നെങ്കിൽ ഏറ്റവും വലിയ വില കൊടുത്ത് ബുദ്ധിശക്തി വാങ്ങുമായിരുന്നു മനുഷ്യൻ. പക്ഷേ ആളുകൾ ചെയ്യുന്നത് എന്താണ്? തൻ്റെ ബുദ്ധിയെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് വലിയ പണം കൊടുത്ത് വാങ്ങുന്നത് എന്ന ശ്രദ്ധേയമായ വാക്ക് ഹസനുൽ ബസരി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ബുദ്ധിശക്തി നൽകിയിട്ടുള്ളത് റഹ്മാനായ റബ്ബിനോടുള്ള ഹക്കുകൾ അത് നിറവേറ്റുവാനും സൃഷ്ടികളോടുള്ള ഹക്കുകൾ നിറവേറ്റുവാനുമാണ്. എന്നാൽ ആ ബുദ്ധിയെ നശിപ്പിക്കുന്നതിലൂടെ ഇത് രണ്ടിലും ആളുകൾ വീഴ്ച വരുത്തുന്നു. അതുകൊണ്ട് ഇസ്ലാം ശക്തമായി ബുദ്ധിയെ മറയ്ക്കുന്ന ലഹരി പദാർത്ഥങ്ങളെ, മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ എല്ലാറ്റിനെയും ഇസ്ലാം വളരെ ശക്തമായി എതിർക്കുന്നത്, അതിനെ നിഷിദ്ധമാക്കിയിട്ടുള്ളത് മനുഷ്യൻ്റെ ഈ ബുദ്ധിശക്തി നിലനിർത്തുവാൻ വേണ്ടിയാണ്. മാത്രമല്ല, ലഹരി പദാർത്ഥങ്ങൾ, മദ്യവും മയക്കുമരുന്നും അടക്കമുള്ള കാര്യങ്ങൾ അത് മനുഷ്യൻ്റെ ബുദ്ധിയെ മാത്രമല്ല നശിപ്പിക്കുന്നത്, മറിച്ച് അവൻ്റെ ശരീരത്തെയും അതോടൊപ്പം തന്നെ അവൻ ഉൾക്കൊള്ളുന്ന അവൻ്റെ സൊസൈറ്റിയെയും യഥാർത്ഥത്തിൽ അത് നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, വലാ തഖ്തുലു അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമ. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ തന്നെ കൊന്നുകളയരുത്, നിങ്ങളെ നിങ്ങൾ നശിപ്പിക്കരുത്. അല്ലാഹു നിങ്ങളോട് കാരുണ്യമുള്ളവനാകുന്നു. അതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? മനുഷ്യനെ നശിപ്പിക്കാൻ പാടില്ല.
അങ്ങനെ നശിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയത് നിങ്ങളോടുള്ള കാരുണ്യം കൊണ്ടാണ്. മദ്യം ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് നിങ്ങളോടുള്ള കാരുണ്യം കൊണ്ടാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നിങ്ങളോടുള്ള കാരുണ്യം കൊണ്ടാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നിഷിദ്ധമാക്കിയിട്ടുള്ളത് മനുഷ്യരോടുള്ള കാരുണ്യം കൊണ്ടാണ്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇതെല്ലാം അറിഞ്ഞിട്ടും ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ വമൻ യഫ്അൽ ദാലിക ഉദ്വാനൻ വളുൽമൻ ഫസൗഫ നുസ്ലീഹി നാറാ. ഇതെല്ലാം അറിഞ്ഞിട്ടും ആരെങ്കിലും അത്തരം കാര്യങ്ങൾ അക്രമത്തോടുകൂടി അനീതിയോടുകൂടി ചെയ്യുകയാണെങ്കിൽ അവരെ നാം നരകത്തിലിട്ട് എരിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അഥവാ ആത്മഹത്യാപരമായ പ്രവണതകൾ ആര് ചെയ്യുന്നുവോ അവർക്ക് നരകശിക്ഷയാണുള്ളത്. അതുകൊണ്ടാണ് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ഖതല നഫ്സഹു ബിസുമ്മിൻ ഫസുമ്മുഹു ബിയദിഹി യതഹസ്സാ ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹി അബദാ. ആരെങ്കിലും വിഷം കുടിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്താൽ, വേറെയും കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്നാൽ പദാർത്ഥങ്ങൾ ഉള്ളിലേക്ക് വയറ്റിലേക്ക് എടുത്തിട്ട് മനുഷ്യനെ കൊല്ലുന്ന രൂപത്തിലുള്ള വിഷപദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ട് ആരെങ്കിലും സ്വന്തം ശരീരത്തെ കൊന്നുകളഞ്ഞാൽ നരകത്തിൽ ആ വിഷം അവൻ്റെ കൈകളിലുണ്ടാകും. ഖാലിദൻ മുഖല്ലദൻ ഫീഹി അബദ. അവൻ എല്ലാ കാലഘട്ടത്തിലും ഒരിക്കലും അവസാനിക്കാത്ത നരകത്തിൽ അവൻ വിഷം കുടിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ വേദന അറിഞ്ഞുകൊണ്ടേയിരിക്കും, മരണത്തോട് അടുത്തുകൊണ്ടേയിരിക്കും. എന്നാൽ മരണം അവനെ പിടികൂടുകയില്ല. അങ്ങനെ ഓരോ വ്യക്തിയും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി, സ്വന്തം ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി എന്താണോ ഉപയോഗിച്ചത് അത് അതേ രൂപത്തിൽ നരകത്തിൽ ഉപയോഗിക്കുകയും അതിൻ്റെ വേദന അറിയുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് മുസ്ലിം സമൂഹമേ, ഒരിക്കലും നാം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ ബുദ്ധിയെ മറച്ചു കളയുന്ന, നശിപ്പിച്ച് കളയുന്ന ഒന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതിലൂടെ നാം നമ്മെ നശിപ്പിക്കുന്നു, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ, സമൂഹത്തെ എല്ലാം നശിപ്പിക്കുന്ന അവസ്ഥ അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിനു പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നമാ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംരി വൽ മൈസിരി വയസുദ്ദകും അൻ ദിക്രില്ലാഹി വ അനിസ് സ്വലാഹ് ഫഹൽ അൻതും മുൻതഹൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, രണ്ട് പ്രശ്നങ്ങൾ ഖംറിലുണ്ട്, രണ്ട് പ്രശ്നങ്ങൾ മദ്യം ഉപയോഗിക്കുന്നതിലുണ്ട്, രണ്ട് പ്രശ്നങ്ങൾ ലഹരി ഉപയോഗിക്കുന്നതിലുണ്ട്. അതിൽ ഒന്ന്, നിങ്ങൾ തമ്മിലുള്ള പരസ്പര ശത്രുതയും വിദ്വേഷവും വർദ്ധിക്കും. പിതാവിന് മക്കളോട് ദേഷ്യമുണ്ടാകും, ഭാര്യയോട് ദേഷ്യമുണ്ടാകും. ലഹരി ഉപയോഗിക്കുന്ന മക്കൾ മാതാപിതാക്കളെ ശത്രുക്കളായി കാണും. അതുകൊണ്ടാണ് മാതാപിതാക്കളെ കൊല്ലുന്ന മക്കളുണ്ടാകുന്നത്, മക്കളെ കൊല്ലുന്ന മാതാപിതാക്കൾ ഉണ്ടാകുന്നത്, ഭാര്യയെ കൊല്ലുന്ന ഭർത്താവ് ഉണ്ടാകുന്നത്. എപ്പോഴാണത്? ലഹരി ഉപയോഗിക്കുമ്പോഴാണ്. അങ്ങനെ ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത് ശൈത്താനാണ്. നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കുവാൻ, സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുവാൻ അവൻ ഉദ്ദേശിക്കുന്നു. മാത്രമല്ല, അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും അത് നിങ്ങളെ തടയുകയും ചെയ്യുന്നു. പ്രധാനപ്പെട്ട രണ്ടാമത്തെ വിഷയം അതാണ്. അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് തടയുന്നു. അവിടെ പ്രത്യേകം പറഞ്ഞ ഇബാദത്തു വഅനി സ്വലാഹ്, നമസ്കാരത്തിൽ നിന്ന് ലഹരി വസ്തുക്കൾ തടയുന്നു. കാരണം എന്താണ്? ഒരാളുടെ നമസ്കാരത്തിൽ പ്രശ്നമുണ്ടാക്കിയാൽ ബാക്കി എല്ലാ കാര്യങ്ങളും പ്രശ്നമായി തീരുമെന്ന് ശൈത്താൻ അറിയാം. കാരണം ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നമസ്കാരം നീചവൃത്തികളിൽ നിന്നും വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും തടയുന്നു. നമസ്കാരം ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന മഹത്തായ ആരാധനയാണ്. ആ ആരാധന ഇല്ലാതായാൽ അവൻ നശിക്കുമെന്ന് ശൈത്താൻ അറിയാം. അതുകൊണ്ടാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുവാനും മദ്യം ഉപയോഗിക്കുവാനും പിശാച് പ്രേരിപ്പിക്കുന്നത്. ഫഹൽ അൻതും മുൻതഹൂൻ. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ഒരിക്കലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. അവരെ ശ്രദ്ധിക്കണം, അവരുടെ മക്കളെ ശ്രദ്ധിക്കണം, സൊസൈറ്റിയെ ശ്രദ്ധിക്കണം, ഭരണകൂടം ജനങ്ങളെ ശ്രദ്ധിക്കണം. അങ്ങനെ ആ വിഷയത്തിൽ ഉത്തരവാദിത്ത ബോധമുള്ളവരാകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. എന്ന് മാത്രമല്ല, നാം പണം ചെലവഴിക്കുന്ന വിഷയങ്ങൾ അത് ഏറ്റവും ഹലാലായ മാർഗത്തിലായിരിക്കണം, ഏറ്റവും നല്ല കാര്യങ്ങളിലായിരിക്കണം. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട
വിഷയങ്ങളിലൊന്ന് വഅൻ മാലിഹി, സമ്പത്തിനെ കുറിച്ച് അള്ളാഹു ചോദിക്കും. മിനൈനക്തസബഹു വഫീമ അൻഫഖ, എവിടെ നിന്നാണ് പണമുണ്ടാക്കിയത്, ഏത് വിഷയത്തിലാണ് പണം ചെലവഴിച്ചത്, ഹലാലിലാണോ ഹറാമുകൾ വാങ്ങിക്കൂട്ടാനാണോ, എന്തിനാണ് ധനം ചെലവഴിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയും ചെയ്യും. ആ നിലക്ക് ഒട്ടനവധി ഉത്തരവാദിത്തങ്ങൾ ആ വിഷയത്തിൽ മുസ്ലിമീങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ലഹരിയിൽ നിന്ന് മുക്തമാവുക, മദ്യത്തിൽ നിന്ന് മുക്തമാവുക, സമൂഹത്തെയും നാം രക്ഷപ്പെടുത്തുക, അതൊരു വലിയ അമാനത്തായി നാം കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുദയ്യിഅ മൻ യഊൽ. ഒരു മനുഷ്യന് പാപമായി ഇത്ര തന്നെ മതി തൻ്റെ ഉത്തരവാദിത്തത്തിലുള്ള കുടുംബത്തെ അയാൾ നഷ്ടപ്പെടുത്തുന്നു എന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ. ഒന്ന്, വീട്ടിലെ രക്ഷിതാവ് കുടുംബത്തിന് മാതൃകയായിരിക്കണം. എന്നാൽ പല വീടുകളിലെയും രക്ഷിതാക്കൾ ലഹരി ഉപയോഗിക്കുന്നവരാണ്. നമ്മുടെ നാടുകളിലൊക്കെ മദ്യം ഉപയോഗിക്കുന്നവരാണ്. ഈ മദ്യം ഉപയോഗിക്കുന്നതിലൂടെ അവർ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തമാണ് നഷ്ടപ്പെടുത്തുന്നത്. അതിലൂടെ ധാരാളം മക്കൾ പിഴച്ചുപോയി, ധാരാളം കുടുംബങ്ങളിൽ എല്ലാ നിലക്കുമുള്ള ശൈഥില്യങ്ങളുണ്ടായി. ഒരു വ്യക്തി തൻ്റെ കുടുംബത്തെ നഷ്ടപ്പെടുത്തുക എന്നത് ഏറ്റവും വലിയ പാപമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. രണ്ടാമത്തത്, രക്ഷിതാക്കൾ നല്ലവരായിരിക്കാം, പക്ഷേ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. പല മക്കളും ലഹരി ഉപയോഗിച്ചതിൻ്റെ പേരിൽ അതേപോലെയുള്ള ആശുപത്രികളിൽ ചികിത്സയിലാണ്, പലരും ജയിലുകളിലാണ് കുറ്റകൃത്യം ചെയ്തുകൊണ്ട്. വീട്ടിലേക്ക് മക്കളെ കയറ്റാൻ പറ്റാത്ത അത്രയും മാരകമായ അവസ്ഥയാണ് സമൂഹത്തിലുള്ളത്. അതിനെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ലഹരി വിമുക്തമാക്കുക നമ്മുടെ വ്യക്തി ജീവിതത്തെയും നാടിനെയും എന്നുള്ളത് ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം ചിന്തിച്ചാൽ പ്രവർത്തിച്ചാൽ നടക്കുന്ന കാര്യമല്ല, കൂട്ടമായ പ്രവർത്തനം വേണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. നിങ്ങൾക്കെല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെയും നാടിനെയും ലഹരി വിമുക്തമാക്കുവാൻ ഗവൺമെൻറ്റിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. ഓരോ രാജ്യങ്ങളും ആ രാജ്യത്തെ ലഹരി വിമുക്തമാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈ രാജ്യം അതിനുവേണ്ടി ഒരു പ്രത്യേക പദ്ധതി തന്നെ സന്നദ്ധമാക്കിയിരിക്കുന്നു. അതിൻ്റെ ഉദ്ദേശം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് തൗഹീദുസ് സഫ് ലിഇസ്തിസാലിൽ ആഫ, എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ലഹരി എന്ന മഹാവിപത്തിനെ ഇല്ലാതെയാക്കുവാൻ ഒരുമിച്ച് പ്രവർത്തിക്കുക എന്ന ഒരു മുദ്രാവാക്യത്തോടുകൂടിയാണ് UAE ഗവൺമെൻറ് അത് നടപ്പിലാക്കുന്നത്. നമ്മുടെ നാട്ടിലും ഓപ്പറേഷൻ തൂഫാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള പദ്ധതികൾ എന്തിനാണ്? നാടിനെ ലഹരി വിമുക്തമാക്കണം. ഇല്ല എങ്കിൽ അത് മഹാവിപത്താണ്. വ്യക്തികൾക്ക് മാത്രമല്ല, പരലോകത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നവർക്ക് പോലും അറിയാം ലഹരി എന്നുള്ളത് മനുഷ്യനെ നശിപ്പിച്ച് കളയുന്ന കാര്യമാണ് എന്നുള്ളത്. അതുകൊണ്ട് ഒത്തൊരുമിച്ചുള്ള ആ ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മഹത്തായ ഇബാദത്താണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضاه. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.